സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ഈ നാട്ടിലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സാറേ, എനിക്കിവിടെ ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കാനുള്ളത് ഈ നാട്ടിലെ കൃഷിക്കാർ അനുഭവിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു ജനകീയ വിഷയം സംബന്ധിച്ചാണ്. ആ സമയത്ത് പ്രതിപക്ഷം ഇതുപോലെ തടസ്സപ്പെടുത്തുന്നത് തികച്ചും തെറ്റായ നടപടിയാണ് സാർ. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ നിയോജക മണ്ഡലത്തിലെ എരുമേലി വടക്ക്, എരുമേലി തെക്ക്, കോരൂത്തോട് തുടങ്ങിയ മലയോര മേഖലകളിലെ കൃഷിക്കാർ അനുഭവിക്കുന്ന റാന്നിയൊക്കെ ഉൾപ്പെടെയുള്ള സമീപ നാടുകളിലെ എല്ലാം, സമീപ പ്രദേശങ്ങളിലെല്ലാം കൃഷിക്കാർ അനുഭവിക്കുന്ന വലിയൊരു ദുരിതം സംഭവിച്ചാണ് സാർ. ആ പ്രദേശങ്ങളിലൊക്കെ ലാൻഡ് അസൈൻമെന്റ് പട്ടയം കിട്ടിയ ഭൂമിയിൽ, ആ പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ സബ്മിഷൻ ചർച്ചയില്ല സാർ. എനിക്കിത് അവതരിപ്പിക്കാനാണ് അവസരം സാർ. അങ്ങ് പറയൂ. ലാൻഡ് അസൈൻമെന്റ് പട്ടയത്തിൽ പെട്ട ഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഇന്ന് കൃഷിക്കാർ അനുഭവിക്കുന്ന ദുരിതത്തെ സംബന്ധിച്ചാണ് സാർ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അത്തരം ഭൂമികളിൽ അസൈൻമെന്റ് കിട്ടി, പട്ടയം കിട്ടിയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പോലും ഇന്നും ആ പട്ടയം കിട്ടിയതിന് ശേഷം നട്ടുവളർത്തിയതും കിളിർത്തു വന്നതുമായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാൻ കർഷകർ ശ്രമിച്ചാൽ അത് തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. അതിന്റെ പേരിൽ റവന്യൂ അധികൃതർ കേരള ഭൂപരിഷ്കരണ നിയമം 1957 പ്രകാരവും വനം വകുപ്പ് അധികൃതർ കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരവും കേരള പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് 1986 പ്രകാരവും കേരള പ്രൊമോഷൻ ഓഫ് ട്രീസ് ഗ്രോത്ത് ഇൻ നോൺ ഫോറസ്റ്റ് ആക്ട് 2005 എന്നീ നിയമങ്ങൾ പ്രകാരം കേസെടുക്കുന്ന ഒരു സ്ഥിതിയാണ് സാർ. അത് തികച്ചും തെറ്റായ ഒരു നടപടിയാണ്. അതായത് കേരള പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് 1986 സെക്ഷൻ 22 പ്രകാരം അതിങ്ങനെയാണ് പറയുന്നത്: നോട്ട്വിത്ത്സ്റ്റാൻഡിംഗ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് any assignment after the commencement of this act of land belonging to the government under any law. നിങ്ങൾ റേസ് ചെയ്തല്ലോ ഇഷ്യൂ. നിങ്ങൾ ഓൾറെഡി ഇഷ്യൂ റേസ് ചെയ്തല്ലോ. പ്ലീസ് Yes. Shall not without the previous permission in writing of the authorized officer cut, unroot to burn or cause to be cut, unrooted or burned any tree standing on such land at the time of such assignment, and the provisions of this act shall apply in relation to such permission as if they apply in relation to permission under section. Please. അവിടെ നിൽക്കണം. കേരള പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് പ്രകാരം അസൈൻമെന്റ് കിട്ടിയ ചുരുക്കണം. സാർ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സാർ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അസൈൻമെന്റിന്റെ സമയത്ത് ആ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾക്ക് മാത്രമേ നിയന്ത്രണങ്ങൾ ബാധകമാവുകയുള്ളൂ. അതുതന്നെയാണ് കേരള പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് നോൺ ഫോറസ്റ്റ് ആക്ടിൽ സെക്ഷൻ 61 പ്രകാരവും പറയുന്നത്. ഇവിടെ ഫോറസ്റ്റ് ആക്ട് പ്രകാരം കേസെടുക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഫോറസ്റ്റ് ആക്ട് ഒരു നിലയിലും പട്ടയ ഭൂമിയിലെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല സാർ. കൃഷിക്കാർക്ക് ലഭിച്ചിരിക്കുന്ന പട്ടയത്തിലൂടെ ഭൂമിയിൽ മേൽ ലഭിച്ചിരിക്കുന്ന അവകാശത്തിന്മേലുള്ള അനധികൃതമായ കടന്നുകയറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2020 261/20 എന്ന ഗവൺമെന്റ് ഉത്തരവ് റദ്ദാക്കപ്പെട്ടതിനെ തുടർന്നാണ് ദുരിതം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത്. നമ്മൾ സമീപനാളിൽ ഈ കേരള സർ, പട്ടയഭൂമിയിലെ മരം മുറിച്ചു മാറ്റുന്നതിൽ കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന 4 മിനിറ്റൊന്നും സംഭവിച്ചാൽ അനുവദിക്കാൻ പറ്റില്ല. 4 മിനിറ്റൊന്നും പറ്റില്ല. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല സാർ. എനിക്കൊന്നും പറയാൻ അവസരം തരണം. എനിക്ക് പറയാൻ അവസരം കിട്ടിയില്ല. അതെ, 4 മിനിറ്റൊന്നും പറ്റില്ല. മിനിറ്റിന്റെ അല്ല സാർ, പറയാൻ അവസരം കിട്ടിയില്ല. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന ദുരിതം അവസാനിപ്പിക്കണം.
പട്ടയം കിട്ടിയ ഭൂമിയിൽ അവർ നട്ടു വളർത്തിയതും കിളിർത്തു വന്നതുമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അവകാശം കൃഷിക്കാർക്ക് ലഭിക്കണം. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നല്ല നിലയിൽ ഈ കാര്യങ്ങളെയൊക്കെ സമീപിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും പട്ടയ പ്രശ്നമടക്കം ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ നല്ല ഇടപെടലിലൂടെ എന്റെ മണ്ഡലത്തിൽ അടക്കം കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലും കൃഷിക്കാർക്ക് അനുകൂലമായ ഒരു നയരൂപീകരണവും നിയമ ഭേദഗതിയും ആവശ്യമായ അനുവാദവും അഭ്യർത്ഥനയോടുകൂടി ഞാൻ സഹകരിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്.